ഹലോ, ഹായ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാമൂഹികമായ പ്രതിബദ്ധതയുള്ളൊരു സംഭവമാണ്. അത് ചോദിച്ചു കഴിയുമ്പോൾ അങ്ങനെ ചെയ്തു നോക്കുക, അപ്പം അറിയാം എന്ത് സംഭവിക്കും എന്നറിയാം എന്നൊന്നും ആരും ചോദിക്കരുത്. ഇത് ചുമ്മാ ഇരുന്നപ്പം മനസ്സിൽ തോന്നിയ ഒരു സംഭവമാണ്. ആ ആ ഒരു സംഭവം അതിൻ്റെ ഒരു ശരിയോ തെറ്റോ എല്ലാവരുടെയും വിചാരങ്ങൾ എന്താണ്? നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുകയോ വീഡിയോ അപ്ലോഡ് ചെയ്യുകയോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും. എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക, അത് ശരിയാണോ തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലിറങ്ങിയ ഏറ്റവും ഭയങ്കര ഹിറ്റായ സിനിമ ദൃശ്യം സിനിമ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അകത്തൊരു ക്രൈം ചെയ്ത് കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നായകനും അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന പോലീസുകാരും. അതായത് ക്രൈം എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നായകൻ. ഒരാൾ വിചാരിച്ചിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അപ്പം അത് ശരിയെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ നായകനോ അല്ലെങ്കിൽ കുടുംബമോ അതല്ലാതെ വേറെ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ, കുറച്ച് ഒരു ശതമാനം ആൾക്കാരെങ്കിലും ഉണ്ടാവും. ഇപ്പം എൻ്റെ വിചാരം അത് തെറ്റോ ശരിയോ എന്നോ പറയുക എന്നുള്ളതല്ല. ഇപ്പം സ്വാഭാവികമായിട്ടും സിനിമ എത്രയോ ഹിറ്റായ അവസരത്തിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങി, ഇപ്പോൾ തേർഡ് പാർട്ട് വരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. അതിനെ ജനങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ അത് അത്ര ഹിറ്റായത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ, അതായത് ഈ പറയുന്ന ആൾക്കാരെല്ലാം ഈ സിനിമയിൽ അഭിനയിച്ചവരും സിനിമയുടെ ബാക്കിയുള്ള അണിയറ പ്രവർത്തകരും അത് വെച്ചിട്ട് ഒരുപാട് കാശുണ്ടാക്കി അവരുടെ ലൈഫ് ഭയങ്കര സെക്യൂർഡാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടിലുള്ള രാഷ്ട്രീയക്കാർ അവർ കാണിക്കുന്ന അഴിമതി അക്രമം കൊണ്ട് അവരുടെ ലൈഫ് ഭയങ്കര സെക്യൂർഡാണ്. അതായത് ഫിനാൻഷ്യലി അവർ ഭയങ്കര സെക്യൂർഡാണ്. ഈവൻ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറൊരാളുടെ മുന്നിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു സപ്പോർട്ടിന് വേണ്ടി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അത് അവരുടെ ഒരു അതവർ ചിലപ്പോൾ അവരായിട്ട് ഉണ്ടാക്കിയെടുത്ത, അവരുടെ കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത കുറച്ച് അവരുടെ പ്രൊട്ടക്ഷൻ ലൈഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് എൻ്റെ ചോദ്യം, ഇപ്പം നാട്ടിൽ കൂലിപ്പണി എടുത്ത് നടക്കുന്നവർ, അതല്ലെങ്കിൽ ഭയങ്കര അധ്വാനിച്ച് ഇപ്പോൾ തടിപ്പണിയും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്നൊന്നും കരകയറാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു നാട്ടിൽ കൂടുതലും ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഷോപ്പിൽ ജോലി അല്ലെങ്കിൽ കൂലിപ്പണി അങ്ങനെയുള്ള ഒരു പരിപാടിയാണല്ലോ. അതും അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി. ഞാൻ ഈ ഗവൺമെൻറ് ജോലിയിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടല്ല പറയുന്നത്, കാരണം അവർക്കൊക്കെ അത്യാവശ്യം ഇൻകമുണ്ട്, കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഈ സാധാരണക്കാരനായിട്ടുള്ള കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ. ഒരാൾക്ക് കിട്ടുന്ന ഒരു വരുമാനം, ഒരു ഷോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനം, അല്ലെന്നുണ്ടെങ്കിൽ കൂലിപ്പണി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ മാക്സിമം 20, 25, 30, 35 അതിന് മുകളിലേക്ക് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു എമൗണ്ടിൽ ഒരു മാസം അവൻ കഴിഞ്ഞുകൂടുന്ന, അവൻ്റെ വീട്ടിൽ ചിലപ്പോൾ അവൻ്റെ പേരൻസ് ഉണ്ടാവും, അവൻ്റെ സഹോദരങ്ങളാരെങ്കിലും ഉണ്ടാവും, അവൻ്റെ പെങ്ങന്മാരെ കെട്ടിച്ചു വിടാനുണ്ടാവും, ഇനി അവന് കല്യാണം കഴിഞ്ഞ് അവന് കുടുംബവും കുട്ടികളുണ്ടാവും, ആ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. ഇവരുടെ എല്ലാം ചിലവെന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര ചിലവാണ്. ഇപ്പം നാട്ടിൽ മാത്രമല്ല, ലോകത്ത് എവിടെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ചിലവാണ്. അതായത് കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടു. അതായത് US മയാമി ബീച്ചിൽ സൂപ്പർ സ്റ്റാറുകൾ, സിനിമാ താരങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള ആൾക്കാർ അവരുടെ വീടും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ. കാരണം അത്ര എക്സ്പെൻസീവായിട്ടുള്ള ഒരു സംഭവമാണ്. ആ വീട് മേടിച്ചാൽ മാത്രം പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അതിൽ കൂടുതൽ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഏത് സംഭവം അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ചെറിയൊരു സംഭവമാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെൻസീവായിട്ടുള്ള സംഭവം. ഈവൻ നമ്മുടെ നാട്ടിലാണെങ്കിലും സിനിമാ താരങ്ങളും ഈ രാഷ്ട്രീയക്കാരും ഒക്കെ അവർ അങ്ങനെയാണ് ജീവിക്കുന്നത്. കാരണം അവർക്ക് അത്ര എക്സ്പെൻസ് ഉണ്ടാവും, കാരണം അവരുണ്ടാക്കി വെച്ചേക്കണം ആ സംഭവം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊന്നും അല്ലാത്ത നാട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ കൂലിപ്പണിക്കാരല്ലെന്നുണ്ടെങ്കിൽ ഈ കടകളിൽ ജോലി ചെയ്യുന്നവർ, കുടുംബം പോറ്റാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ നിസാര ഒരു വരുമാനത്തിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കടം മേടിച്ചിട്ടായിരിക്കും വീട് വെച്ചേക്കണം, കടം മേടിച്ചിട്ട് സ്ഥലം മേടിച്ചിട്ടുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറൽ കലാമിറ്റിയിൽ എന്തെങ്കിലും അവർ
ഉണ്ടാക്കി വെച്ച സംഭവങ്ങൾ പോയിട്ടുണ്ടാവും, അങ്ങനെ ബാധ്യതകളിലേക്ക് പോയവരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് പറയുമ്പം ആൾക്കാർ പറയും അതിനൊരു ഇൻഷുറൻസ് എടുത്താൽ പറയും. ഇൻഷുറൻസിനാണെങ്കിലും പ്രീമിയം അടയ്ക്കണ്ടേ? ഈ പ്രീമിയം അടയ്ക്കാനുള്ള കാശ് ഇവന് കിട്ടുന്ന ഈ വരുമാനത്തിൽ നിന്ന് വേണ്ട ഉണ്ടാക്കാൻ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, അതായത് അവനെന്തെങ്കിലും വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, അവന് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപയുടെയൊക്കെ ആയിരിക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുക. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവൻ ഒരുപാട് പേരുടെ അടുത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കാശ് എങ്ങനെയും കിട്ടിയേ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ബില്ലടച്ച് കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ ലോണും കാര്യങ്ങളൊക്കെയാണ് ജപ്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അല്ലെങ്കിൽ ഈ നാച്ചുറൽ കലാമിറ്റീസിൽ ഉണ്ടായ സംഭവത്തിൽ അവന് പുതിയ ഒരു വീട് വയ്ക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ അവനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവനൊരു മോഷണം നടത്തി കാശുണ്ടാക്കി. അതായത് ഈ പറയുന്ന രീതിയിൽ ഒരുപാട് കാശുണ്ടാക്കി വച്ചേക്കുന്ന ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിവിജ്വൽ വ്യക്തികളുടെ കയ്യിൽ നിന്നോ, അതായത് അവരെ എക്സസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കാശ് അവൻ മോഷണം നടത്തി. അത് കൊണ്ട് അവൻ്റെ ലൈഫ് അവൻ സെക്യൂർഡാക്കി. പിടിച്ചില്ല, ക്രൈം ചെയ്തിട്ട്, അത് ക്രൈമാണെന്ന് പറയുന്നു, ആ ക്രൈം ചെയ്തിട്ട് പിടിച്ചില്ല എന്ന് വെച്ചു. അവൻ്റെ ലൈഫ് സെക്യൂർഡാക്കി കൊണ്ടുപോയി. അവൻ്റെ കുടുംബത്തിനെ അവൻ നന്നായിട്ട് നോക്കി. അതിനും അതിൻ്റെ ഉള്ള കാശായിരിക്കും അവനെടുത്തത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ? ബാക്കി ഈ അഴിമതി അക്രമവും കാണിച്ച് കാശുണ്ടാക്കുന്നവർ ചെയ്യുന്നത് ശരിയാണെന്ന് കണ്ണടച്ച് വിടുന്ന ഒരു സമൂഹം, അതായത് 90%, 10% ആൾക്കാരായിരിക്കും ഈ ക്രൈം ചെയ്യുന്ന, ഈ ഇങ്ങനെ കാശുണ്ടാക്കുന്നവർ, അവരെ ചുറ്റിപ്പറ്റി. അല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ 50% ആൾക്കാരായിരിക്കും അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അവരുടെ ലൈഫ് സെക്യൂർഡാണ്. അവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവർ വിദേശത്ത് പോയിട്ട് കോടികൾ ചിലവാക്കും. അവർ വലിയ വലിയ വണ്ടികൾ വാങ്ങാൻ വേണ്ടി കാശ് കോടികൾ ചിലവാക്കും. ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ബിസിനസ് ചെയ്തും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയായിരിക്കും. പക്ഷേ ഇവർ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇവർ മറ്റുള്ളവരെ നേരെ ചൊവ്വയൊന്നുമല്ലല്ലോ ആരും കാശുണ്ടാക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവൻ്റെ ഒരു പേഴ്സണൽ, അവനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, പക്ഷെ അവനത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ അവൻ എവിടുന്നെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കുന്ന എക്സസ് ആയിട്ടുള്ള കാശെടുത്തിട്ട് അവൻ്റെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റോ ശരിയോ? നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കാണുന്നവർ ഈ ഒരു വീഡിയോയ്ക്ക് ഇതിന് ആർക്കെങ്കിലും ഒരു ഉത്തരം പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ വീഡിയോ ആയിട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഈ വീഡിയോയെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.